ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിന് ഡിസ്ചാർജ് ആവേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നേഴ്സ് വന്ന് പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആക്കാൻ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് പറയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോകുമ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ പ്രകാശ ബില്ല് എങ്ങനെ കൊടുക്കാനെടാ, പൈസ ഒന്നും തന്നെ കയ്യിലില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തെണ്ടിയാ കിട്ടുന്നത് 100-200 രൂപ മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ബില്ലടക്കാൻ പറ്റുവാടാ. ഞാൻ ഒരു വർഷം കഷ്ടപ്പെട്ടാൽ പോലും ഇവിടുത്തെ ബില്ലടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ വല്ല സർക്കാർ ആശുപത്രി കൊണ്ടുപോയാൽ പോരായിരുന്നാടാ എന്ന് പറയുമ്പോഴേക്കും അമ്മേ എനിക്ക് ബോധം ഉണ്ടായിരുന്നു അതിന് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ. എനിക്കറിയില്ല എത്രയാ ബില്ല് വരാൻ പോകുന്നതെന്ന്. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല എന്നൊക്കെ അമ്മ പറയാണ്. വിക്രം വരുന്നുണ്ട്. എന്താ ഡിസ്ചാർജ് ആവാനായോ? ആയി, പൈസ നീ കൊടുക്കും എന്ന് അമ്മ പറയാണ്. ദേ അമ്മ കുറെ ദിവസമായിട്ടോ എന്നിട്ട് ആക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോഴേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, ശബ്ദം കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊണ്ട് കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് പോകുകയാണ്. ബില്ല് കാണുന്ന പ്രകാശനും അമ്മുമ്മയും വിക്രവും ഞെട്ടിപ്പോവാണ്. 50,000 രൂപയുടെ മോളിലുണ്ട് ബില്ല്. ഇതെങ്ങനെ കൊടുക്കാൻ, ഇത് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരിയു അങ്ങോട്ടേക്ക് വരുവാണ്. സരിയു പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. മോള് കൊടുക്കാന്നോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ അതെ ഞാൻ കൊടുത്തോളാം, പക്ഷെ പകരം വിക്രം പറഞ്ഞ കാര്യം ഇവൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശം വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക, വിക്രം അത് ചെയ്തിരിക്കും. മാത്രമല്ല ഇത് വിക്രത്തിന് ഞങ്ങളുടെയും കൂടി ആവശ്യമല്ലേ മോളെ, അപ്പൊ അതുകൊണ്ട് എന്തായാലും ചെയ്തിരിക്കും. അപ്പൊ പേടിക്കൊന്നും വേണ്ട, ഈ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് മേടിച്ചുകൊണ്ട് നമ്മുടെ സരി അവിടെ നിന്ന് പോവാണ്. അമ്മ പറയണ്ട, ഹോ എന്തായാലും അവള് കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കുമായിരിക്കും, എന്തിനാണ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തുണിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും, അതാണ് അടുത്തത്. അപ്പൊ അമ്മ പറയണ്ട്, എങ്ങോട്ട് പോകണം പ്രകാശ്, പോയി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലല്ലോ എന്ന് പറയാണ്. എനിക്കറിയില്ല അമ്മ എങ്ങോട്ടാക്കാ പോകേണ്ടത്, എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുവന്നത്, ഞാൻ പോയി ചത്തെന്ന് വിചാരിച്ചാൽ പോലെയെന്നോ, ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. എടാ പ്രകാശ, നീ ചാമ്പിട്ടാണടാ ഞാൻ ജീവിച്ചിരിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ സുഖമായിട്ടും നീയും ഈ വിക്രമൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും വയസ്സായിട്ട് പ്രാർത്ഥനയോട് കൂടി തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണത് എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ആവട്ടെ വാ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പടി ഇറങ്ങാണ്. എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ വഴിയിലൂടെ. അപ്പൊ വിക്രം പറഞ്ഞ, അച്ഛാ എനിക്ക് മതിയായി, വല്ല ഓട്ടോ പിടിച്ചിട്ട് പോവാം. ഓട്ടോ പൈസ കൊടുക്കാനുള്ള പൈസ നിന്റെ അടുത്ത് ഉണ്ടോടാ? അത് അമ്മൂമ്മ അടുത്തില്ലേ എന്ന് പറയാണ്. അമ്മൂമ്മ അടുത്തില്ലേന്ന്, എൻ്റെ അടുത്ത് ഒരു 50 രൂപയുണ്ട്. 50 ഉണ്ടല്ലോ, അത് പിടിച്ച് ഓട്ടോക്ക് പിടിച്ച് പോവാ. ഓട്ടോ എവിടെ പിടിച്ച് പോവാന്നാ, എങ്ങോട്ട് പോകാന്ന് നീ ഉദ്ദേശിക്കണത് എന്ന് ചോദിക്കുമ്പോ അത് വേറെ ഒന്നല്ല, കാദംബരി ചേച്ചിയുടെ അടുത്തേക്ക് പോവാം, പ്രസവമൊക്കെ ആയിരിക്കല്ലേ, ഇപ്പൊ പ്രസവിച്ച് കാണുമായിരിക്കും, അമ്മ കാദംബരി ചേച്ചിനെ നോക്കാന്ന് എന്തെങ്കിലും പറയാണ്. അതിനെ അവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ? കുഞ്ഞിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് ഇപ്പൊ പേടി എന്ന് പറയാണ്. നിങ്ങളുടെ സ്വഭാവം കൊണ്ടല്ലേ, പെമ്മക്കൾ എന്തോ വലിയ കുറ്റമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ആയത്, എനിക്ക് കുറ്റമല്ല ഞങ്ങളുടെ തലയിൽ വെച്ചോടാ എന്ന് പറയാണ്. എന്തായാലും അതേ ഉള്ളൊരു മാർഗം, കാദംബരി വീട്ടിൽ പോയിട്ട് നോക്കാം എന്ന് പറയണം. അങ്ങനെ അവർ നേരെ കാദംബരിയുടെ വീട്ടിലേക്ക്, രതീഷിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ പടി കയറാൻ വേണ്ടി പോലും അവർ സമ്മതിക്കുന്നില്ല. രതീഷ് പറയണ്ട, അതെ കാദംബരി പ്രസവിച്ച് കിടക്കാണ്, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണെന്നോ നിങ്ങൾക്ക് പറയേണ്ട കാര്യം പോലും ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് വലുതാണ്. പക്ഷെ നിങ്ങൾക്കതൊക്കെ ഭയങ്കര സംഭവമാണല്ലോ, നിങ്ങൾ ഈ വീടിന്റെ 7 എഴുത്ത് പോലും വേണ്ടത് എനിക്ക് താല്പര്യമില്ല. നോക്കിക്കോ, നിങ്ങൾ ഞാനിനെ ഇങ്ങനെ ഇവിടെ കണ്ടു കഴിഞ്ഞാല് കിരണിന്റെയും കിരണിന്റെ അച്ഛന്റെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, അവിടെ ആൾക്കാർ എവിടെ ചുറ്റുമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളാണ് എന്നെ പൂർണ്ണ ഉത്തരവാദി. അതുകൊണ്ട് തന്നെ അവരുടെ ഗുണ്ടകളൊക്കെ ഈ വീടിന് ചുറ്റുമുണ്ട്. ഈ വീടിനെ മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മൊത്തം ചുറ്റും സേനൻ സാറിന്റെ ഗുണ്ടകളുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്, തടികേടാതെ പോവാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആട്ടി വിടുവാണ്. അങ്ങനെ പ്രകാശാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രകാശിൻ്റെ അടുത്ത് അമ്മ ചോദിക്കണ്ട, പ്രകാശ് എങ്ങോട്ടേക്കാ പോണത്, എങ്ങോട്ടെങ്കിലും പോ എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. പെട്ടിയൊക്കെ അവിടെ തന്നെ വലിച്ചെറിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. നടന്നു പോണത് വേറെ എവിടെയല്ല, ബാലണ്ണന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകുവാട്ടോ. അവിടെ ഇപ്പൊ ബാലണ്ണനൊന്നും ഇല്ല, ബാലണ്ണൻ ഇപ്പൊ കല്യാണിന്റെ കിരണിന്റെ ഡ്രൈവറാണല്ലോ. ആ വർക്ക്ഷോപ്പിൽ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരയാണ് രാത്രി ഫുള്ളും നമ്മുടെ പ്രകാശന്. അതേസമയം നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ അടുത്ത് അമ്മമ്മ നിങ്ങൾ എവിടെയെങ്കിലും പോയി തെണ്ടി എങ്കിലും ജീവിക്കുക. എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് ഈ വയസ്സാങ്കാലത്ത് നിങ്ങളെ കൊണ്ട് എവിടെ പോകാനാ, എന്ത് ചെയ്യാൻ, അച്ഛൻ പോയത് കണ്ടില്ലേ, അവരെ അയാളെ പാടി നോക്കി അയാൾ പോയി. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വയസ്സായ കാലത്ത്, നിങ്ങൾക്കിപ്പോ തെണ്ടി ജീവിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് നന്നായിട്ട് അമ്പലത്തിലൊക്കെ കിടന്നും പള്ളീന്റെ മുമ്പിലൊക്കെ നിന്നിട്ടും ഒക്കെ തെണ്ടിക്കൊണ്ടേയിരിക്കെ, എന്നിട്ട് ഭിക്ഷ എടുത്ത് ആ പൈസ കൊണ്ട് തിന്നിട്ടും അതുപോലെ തന്നെ അവിടെ എങ്ങനെ അന്തി ഉറങ്ങി എങ്ങാനും കിടന്ന് കാലം കഴിക്കാൻ നോക്കിയടാ. നീ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് വേണ്ടി ജീവിച്ച എന്നെയും പ്രകാശിനെയും തള്ളി പറയുവാണടാ. അങ്ങനെയെങ്കിൽ അങ്ങനെ വിചാരിച്ചോ, അല്ലെങ്കിൽ നീ അമ്മമ്മയും കൂടി ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എൻ്റെ കൂട്ടുകാരത്ത് എവിടെയെങ്കിലും പോയിക്കോളാം. വേണ്ട ഞാനും കൂടി വരടാ, നിങ്ങളൊന്നും വരണ്ട, അതെൻ്റെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടമാവില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മൾ അമ്മമ്മ പറഞ്ഞിട്ടാ, വിക്രം എന്നെ ഒറ്റക്കിട്ട് പോവാലടാ, നോക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളൊന്ന് പോകളവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമ്മേനെ തള്ളിയിട്ട് അവിടെ അങ്ങോട്ട് പോകാട്ടെ. അമ്മമ്മക്ക് അങ്ങനെ വലിയൊരു തിരിച്ചടി കിട്ടുവാണ്. അവസാന സമയം തൻ്റെ മോനും ഇല്ല, അതുപോലെ തന്നെ കൊച്ചുമോനും ഇല്ല, ആരും ഇല്ലാണ്ട് അമ്മമ്മ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ
അതേസമയം പ്രകാശനാണെങ്കിൽ രാത്രി ഒന്നും ഉറക്കമില്ലാണ്ട് ആ വർക്ക്ഷോപ്പിന്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ലക്ഷ്മീനെ കല്യാണം കഴിച്ചതും ലക്ഷ്മിയിൽ ഒരു കുഞ്ഞുണ്ടായപ്പോഴേക്കും അവരെ ഉപേക്ഷിക്കുന്നതിന് പകരം ആ കുഞ്ഞിനെടുത്തിട്ട് ഓടയിലേക്ക് എറിഞ്ഞതിന് ശേഷമാണ് ഇവർ അവിടെ നാട് വിട്ടത്. അതൊക്കെ വലിയ തെറ്റായെന്ന് പ്രകാശന് മനസ്സിലാവാണ്. പിന്നെ കേരളത്തിലേക്ക് വന്നിട്ട് ദീപനെ വിവാഹം കഴിച്ചു. ദീപനെ വിവാഹം കഴിച്ചിട്ടോ ദീപക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി. അത് പോട്ടെ, രണ്ടാമത്തെ കുഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് അതിന് എന്തൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പ്രകാശനും അമ്മയും കൂടി നോക്കി. എൻ്റെ ആ പെൺകുഞ്ഞ് ജനിച്ചപ്പോഴും കല്യാണിനെ എന്തൊക്കെ തരത്തിൽ ഞാൻ ഉപേക്ഷിച്ചു. അവളുടെ മുഖം കാണാൻ പോലും തനിക്ക് ഇഷ്ടമായിരുന്നു. തന്നെ കാണാൻ തൻ്റെ അടുത്തേക്ക് എത്രമാത്രം ഓടി വരാറുണ്ടായിരുന്നു കല്യാണി ചെറുപ്പത്തിൽ. അമ്മേനേക്കാൾ ഇഷ്ടം സ്നേഹിക്കാത്ത അച്ഛനെയായിരുന്നു കല്യാണിക്ക്. ഒരുപാട് വരുമായിരുന്നു, പക്ഷെ ആട്ടി ഓടിക്കുമായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് ആ പെൺകുച്ച് കഷ്ടപ്പെട്ടത് എന്ന കാലത്ത് പ്രകാശന് ആകെ വിഷമോട്ടോ. പക്ഷെ വിക്രമാണെന്നുണ്ടെങ്കിലോ അവനെ നന്നായിട്ട് വളർത്തി വലുതാക്കി, പൊന്നും ചക്കരയൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി. ഈ ഒരു അവസ്ഥയിലായപ്പോഴേക്കും അവനെ ഉപേക്ഷിച്ചു പോയി. അവനെ 10 പൈസയുടെ ഗുണമില്ല. ഒരു 10 രൂപയുടെ മിഠായെങ്കിലും അവൻ ഇതുവരെ മേടിച്ചു തന്നിട്ടുണ്ടോ എന്നൊക്കെ പ്രകാശനെ വിചാരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവാണ്. എല്ലാം കൊണ്ട് തീർന്നു. ഇനി മറ്റുള്ളവരെ കണ്ണിപ്പെടേണ്ട എവിടെയെങ്കിലൊക്കെ പോയി ചാവണതാണ് നല്ലതെന്ന് പോലും പ്രകാശൻ വിചാരിക്കുക കേട്ടോ. അങ്ങനെ വിക്രം ആണെങ്കിൽ നേരെ പോണ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. ഇന്ന് എവിടെയെങ്കിലും വീട് കുത്തിപ്പൊളിച്ചിട്ടാണെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ, സരിയു നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ പൈസ കൊണ്ട് മാത്രം കാര്യമില്ല, ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കണ്ടേ. ആ അച്ഛൻ എവിടെയൊക്കെയോ ഇറങ്ങിപ്പോയി. കിളവിനെ ഞാൻ റോഡരികിൽ ഉപേക്ഷിച്ചാണ് വന്നത്. എന്തായാലും ഒരു വീടെടുക്കണം, സുഖമായിട്ട് ജീവിക്കണം. അതിന് കുറച്ച് പണം ആവശ്യമാണ്. മാത്രമല്ല കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പണം ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറയുമ്പോൾ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ പോയിട്ട് കുത്തി തുറന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്ന് പറയാണ്. അങ്ങനെ പാതിരാത്രി വിക്രവും കൂട്ടുകാരും കൂടി വീണ്ടും വീട് കുത്തി തുറന്ന് അവിടുത്തെ പണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാട്ടോ. പക്ഷെ ഈ പ്രാവശ്യം വിക്രം നന്നായിട്ട് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. വിക്രം പിടിക്കപ്പെട്ട ജയിലിൽ കിടക്കുകയാണെങ്കിൽ വിക്രത്തിന്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം പോലീസുകാർ പൂട്ടുകയും ചെയ്യും. പക്ഷെ അതിന് മുമ്പ് എന്തായാലും വിക്രം നമ്മുടെ കിരണിനെ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം പ്രൊമോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വിക്രവും അതുപോലെ തന്നെ സരിയും കൂടി ഗൂഢാലോചന നടത്തുന്നത് കിരണിനെ എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ നാളെ തന്നെ ഇല്ലാതാക്കാനായിട്ട്. അതുകൊണ്ട് അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും വിക്രം ഈ ഒരു മോഷണത്തിൽ ശ്രമിക്കുന്നതും പിന്നെ കിരണിനെ ഇല്ലാതാക്കാൻ നോക്കുന്നതും എല്ലാം കൂടി കേസ് കൂടി ആകുമ്പോഴേക്കും വിക്രം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവാണ്. പ്രകാശനാണെങ്കിൽ നാട് മുഴുവൻ തെണ്ടി ജീവിക്കുകയാണ്. അമ്മുമ്മ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവിടെ 3 പേരുടെ ജീവിതം അവിടെ തീരുവാട്ടോ. എന്തായാലും പിന്നീടുള്ള ആ ഒരു ദുഷ്ടരെന്ന് പറഞ്ഞത് നമ്മുടെ സരയും അതുപോലെ തന്നെ രാഹുലൊക്കെ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇനി തിരിച്ചടി കിട്ടുന്ന ഭാഗങ്ങളായിരിക്കും നമുക്ക് ഇനി ഇവരുടെ കഴിഞ്ഞിട്ട് കാണിക്കണത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് ഇനി വരുന്നത്. എല്ലാം സസ്പെൻസ് നിറഞ്ഞ ഭാഗങ്ങളാട്ടോ. ഒന്നും നീട്ടി വലിക്കാതെ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് സസ്പെൻസ്. അത് കാരണം ഒരുപാടുണ്ടല്ലോ. ഇനി മനോഹറിന്റെ കാണിക്കാണ്ട് കാർത്തികയുടെ ഇനിയുള്ള കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പൊ അടിപൊളി ഭാഗങ്ങൾ ഇനി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.